സുഹൃത്തുക്കളെ, ഇന്ന് വൈരുദ്ധ്യശാസ്ത്രമാണ് പ്രഭാഷണത്തിൻ്റെ മുഖ്യ വിഷയമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷെ അതിലേക്ക് കടക്കും മുമ്പ് അടുത്ത കാലത്തായിട്ട് നടന്ന ഒരു ദാരുണമായ സംഭവത്തെക്കുറിച്ച് കുറച്ച് സംസാരിക്കേണ്ടതുണ്ട്. വയനാട്ടിൽ ആനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ പലതും പറയേണ്ടതായിട്ടുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായിട്ടും ഈ കാര്യത്തോട് എടുക്കേണ്ട ഒരു സമീപനം എന്ത് എന്നതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത് സ്വന്തം ജീവനും നിലനിൽപ്പും സംരക്ഷിക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്നതായിരിക്കണം സമീപനം. ആ അടിസ്ഥാന സമീപനത്തിനെ മുൻനിർത്തിയാണ് ഇത്തരം വിഷയങ്ങളെ നോക്കിക്കാണേണ്ടത്. ഇന്നിപ്പോൾ സർക്കാരും അതിൻ്റെ വിവിധ വകുപ്പുകളും, വനവകുപ്പ്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശാസ്ത്രജ്ഞന്മാർ, ഇവരെല്ലാവരും തന്നെ ജനങ്ങളെ മുൻനിർത്തിയിട്ടല്ല ഈ പ്രശ്നം പരിശോധിക്കുന്നത്. അതിൽ വ്യത്യസ്ത കോണുകളുണ്ട്, വ്യത്യസ്ത താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ആധിപത്യമുള്ള താല്പര്യമാകട്ടെ വനത്തു നിന്നും അതുപോലെ തന്നെ അവിടെയുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്നും എങ്ങനെ പരമാവധി വരുമാനം ഉണ്ടാക്കാം എന്നുള്ള ചിന്തയാണ്. ആ ചിന്തയായിരുന്നു ഇത്രയും നാളും വനങ്ങളെ നശിപ്പിക്കുന്നതിനും അതുപോലെ ഇന്നത്തെ വന്യജീവി മനുഷ്യ സംഘർഷത്തിന് സാഹചര്യമൊരുക്കുന്നതിനും കാരണം. അപ്പോൾ ആ താല്പര്യങ്ങളെ അല്ല, അതേപോലെ തന്നെ മനുഷ്യനും എല്ലാ ജന്തുജാലങ്ങൾക്കും തുല്യ അവകാശമാണ് ഭൂമിയിലുള്ള എന്നൊക്കെയുള്ള അസംബന്ധ ചിന്തകളുമല്ല, നേരെ മറിച്ച് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളുടെ നിലനിൽപ്പും അവരുടെ ജീവനും അതിന് തന്നെ മുൻതൂക്കമാണ് കൊടുക്കേണ്ടത്. തുല്യ അവകാശം അസംബന്ധമാണെന്ന് ഞാൻ പറയാൻ കാരണം, ഈ അവകാശം എന്നുള്ള സങ്കല്പം ഒരു മനുഷ്യ സങ്കല്പമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തുല്യ അവകാശത്തിൻ്റെ പ്രശ്നം വരുന്നില്ല. കാരണം മനുഷ്യരില്ലെങ്കിൽ അവകാശവും ഇല്ല. മനുഷ്യരുള്ളത് കൊണ്ടാണ് പരിസ്ഥിതി ബോധം ഉണ്ടാകുന്നത്. മനുഷ്യരുള്ളത് കൊണ്ടാണ് വിവിധ വന്യജീവികളും മറ്റ് വംശമറ്റ് പോകുന്ന ജീവികളെയൊക്കെ തന്നെ സംരക്ഷിച്ച് നിർത്താനായിട്ട് ബോധപൂർവമായ പരിശ്രമങ്ങൾ നടക്കുന്നു. വംശനാശം മനുഷ്യർ മാത്രമായിട്ട് ചെയ്തൊരു കാര്യമൊന്നുമല്ല. യാദൃച്ഛികമായ കാരണങ്ങൾ കൊണ്ടും അതേപോലെ തന്നെ വിവിധ ജീവജാലങ്ങളുടെ തന്നെ സ്വതസിദ്ധമായ പ്രവർത്തനം മൂലം വംശനാശം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തിരിച്ചറിയാനും അത് നിയന്ത്രിക്കാനും കഴിയുന്നത് മനുഷ്യൻ്റെ ബോധപൂർവമായ പ്രവർത്തനമുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു തുല്യാവകാശത്തിൻ്റെ പ്രശ്നമല്ല. അതേസമയം തന്നെ മനുഷ്യരുടെ സ്വാർത്ഥതയ്ക്ക്, അവരുടെ സ്വകാര്യ സ്വത്ത് പരമാവധി നേടിയെടുക്കാനുള്ള ചൂഷകവർഗത്തിൻ്റെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അതിന് ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് പ്രകൃതിയുടെ മേലും അതിലെ ജീവജാലങ്ങളുടെ മേലൊക്കെ നടത്തുന്ന ആക്രമണങ്ങൾ എതിർക്കുന്നത് തീർച്ചയായിട്ടും ആവശ്യം തന്നെയാണ്. അത് മറ്റൊരു കാര്യമാണ്. അതിന് ഈ തുല്യാവകാശം എന്ന നിലയ്ക്കല്ല അതിനെ നോക്കിക്കാണേണ്ടത്. പിന്നെ മാത്രമല്ല, വേറൊരു കാര്യം, ഊന്നി പറയേണ്ട ഒരു കാര്യം, മറ്റ് ജീവജാലങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യനും പ്രകൃതിക്ക് മേൽ പ്രത്യേകിച്ചൊരു അവകാശമൊന്നുമില്ല. കാരണം പ്രകൃതിയുടെ ഭാഗമാണ് മനുഷ്യൻ. ബോധമുള്ള പ്രകൃതിയുടെ ഒരു അംശം തന്നെയാണ് മനുഷ്യർ. അപ്പോൾ ഇതാണ് ഈ വിഷയത്തെക്കുറിച്ച് വളരെ ചുരുക്കി പറയാനുള്ളത്. മുഖ്യമായിട്ട് ഊന്നി പറയുന്നതാണ്, സ്വന്തം ജീവനും നിലനിൽപ്പും സംരക്ഷിക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അത് തടയുന്ന ഭരണകൂടത്തെ ചെറുക്കുകയാണ് അവർ ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട്
ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക്, വൈരുദ്ധ്യവാദത്തിൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുക. വൈരുദ്ധ്യവാദം എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, ഇതാണ് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം. അതായത് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ വളരെ വിശദമായ ഒരു വിശദീകരണമല്ല ഉദ്ദേശിക്കുന്നത്. വൈരുദ്ധ്യവാദത്തെക്കുറിച്ച് അങ്ങനെ ഒരു പാഠപുസ്തകം എന്ന നിലയ്ക്ക് മാർക്സോ എംഗൽസോ ലെനിനോ മാവോ എഴുതിയിട്ടില്ല. വൈരുദ്ധ്യവാദത്തെക്കുറിച്ച് ലെനിൻ്റെ ചില കുറിപ്പുകളുണ്ട്. അതേപോലെ തന്നെ ഹെഗലിൻ്റെ പുസ്തകങ്ങൾ വായിച്ചെടുത്തേക്കുന്ന ചില കുറിപ്പുകളുണ്ട്. മാർക്സും എംഗൽസുമാകട്ടെ അങ്ങനെ പ്രത്യേകിച്ച് വൈരുദ്ധ്യവാദത്തെക്കുറിച്ചൊന്നും എഴുതിയിട്ടില്ല. എംഗൽസ് പ്രകൃതിയുടെ വൈരുദ്ധ്യവാദം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം രചിച്ചിട്ടുണ്ട്. അതിൽ നിരവധി ഉദാഹരണങ്ങളിലൂടെ എങ്ങനെയാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം അല്ലെങ്കിൽ വൈരുദ്ധ്യാത്മക വിപരീതങ്ങളുടെ ഐക്യവും സമരവും പ്രകൃതി പ്രതിഭാസങ്ങളിൽ കാണപ്പെടുന്നത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു പാഠപുസ്തകം എന്ന നിലയ്ക്ക് പിന്നീട് എടുത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടത് സോവിയറ്റ് യൂണിയൻ്റെ ബോൾഷെവിക് പാർട്ടിയുടെ ഹ്രസ്വചരിത്രം എന്നുള്ള സ്റ്റാലിൻ്റെ കൃതിയിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗമാണ്. വൈരുദ്ധ്യാത്മക ചരിത്രപരമായ ഭൗതികവാദം എന്ന് പറയുന്നൊരു ചെറിയ ഭാഗമാണ്. മാവോയാകട്ടെ വൈരുദ്ധ്യവാദത്തെ സംബന്ധിച്ച രണ്ട് കാര്യങ്ങൾ, ഒന്ന് വൈരുദ്ധ്യത്തെക്കുറിച്ച്, രണ്ട് പ്രയോഗത്തെക്കുറിച്ച് എന്നീ രണ്ട് ലേഖനങ്ങളാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ സംഭാഷണങ്ങൾ ഉണ്ട്, വൈരുദ്ധ്യവാദത്തെക്കുറിച്ചും തത്വശാസ്ത്രത്തെക്കുറിച്ചൊക്കെയുള്ള സംഭാഷണങ്ങൾ. അപ്പോൾ ഇത് ലെനിൻ്റെ കുറിപ്പിൽ ലെനിൻ വൈരുദ്ധ്യവാദത്തെക്കുറിച്ച് പറയുന്നത് പൂർണ്ണമായ ഒന്നിനെ വിഭജിച്ച് അതിൻ്റെ വിരുദ്ധ വശങ്ങൾ തിരിച്ചറിയുന്നതാണ് വൈരുദ്ധ്യവാദത്തിൻ്റെ സാരാംശമെന്നാണ്. പൂർണ്ണമായ ഒന്നിനെ വിഭജിച്ച് അതിൻ്റെ വിരുദ്ധ വശങ്ങളെ തിരിച്ചറിയുന്നത്, അതായത് ആ പൂർണ്ണതയിലുള്ള ഒരു പ്രതിഭാസത്തിലുള്ള ഒരു വസ്തുവിലുള്ള വിപരീതങ്ങളെ കണ്ടെത്തി അവ തമ്മിലുള്ള ഐക്യവും സമരവും മനസ്സിലാക്കുക, ഇതാണ് വൈരുദ്ധ്യവാദത്തിൻ്റെ സാരാംശം എന്ന് പറയുന്നത്. അതേ കുറിപ്പിൽ തന്നെ ലെനിൻ പറയുന്നൊരു കാര്യമുണ്ട്. പക്ഷേ ഇതിന് ഈ വൈരുദ്ധ്യവാദത്തിൻ്റെ ഇങ്ങനെയുള്ള ഈ സാരാംശത്തിന് വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ല. നേരെ മറിച്ച് വിപരീതങ്ങളുടെ ഐക്യത്തിൻ്റെ കുറേ ഉദാഹരണങ്ങളാണ് നിരത്തി വയ്ക്കുന്നത്. പ്രത്യേകിച്ചും പേരെടുത്ത് പ്ലഹനോവിനെയും എംഗൽസിനെയും അവിടെ ലെനിൻ വിമർശിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തത് വൈരുദ്ധ്യവാദത്തിനെ ജനകീയമാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെങ്കിലും അങ്ങനെയല്ല അതിനെ വിശദീകരിക്കേണ്ടത് എന്നാണ് ലെനിൻ അവിടെ സൂചിപ്പിച്ചത്. ഈ കാര്യത്തെക്കുറിച്ച് മാവോ പിന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ വസ്തുതകളിൽ നിന്ന് ആരംഭിക്കണം. അതായത് നിലനിൽക്കുന്ന എന്താണോ അതിനെ വിശകലനത്തിനും സമഗ്രമായ പഠനത്തിനും വിധേയമാക്കിക്കൊണ്ട് തത്വങ്ങളും നിയമങ്ങളും കണ്ടെത്തണം. കാരണം മനുഷ്യരുടെ അറിവ് എപ്പോഴും പ്രത്യക്ഷമായതിനെയാണ് നേരിട്ട് അഭിമുഖീകരിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കണം. അവിടെ നിന്ന് ആരംഭിച്ചുകൊണ്ട് വേണം തത്വങ്ങളും നിയമങ്ങളിലേക്കും എത്തിച്ചേരാനായിട്ട്. ലെനിൻ തൻ്റെ കുറിപ്പിൽ മാർക്സിൻ്റെ മൂലധനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഹെഗലിനെ പോലെ സയൻസ് ഓഫ് ലോജിക് എന്ന് പറയുന്നൊരു വലിയ ഗ്രന്ഥമൊന്നും മാർക്സ് എഴുതിയിട്ടില്ലെങ്കിലും മൂലധനം എന്നുള്ള കൃതി തന്നെ ഈ വൈരുദ്ധ്യവാദത്തിൻ്റെ വിചിന്തന ശാസ്ത്രം വ്യക്തമാക്കുന്ന ഒന്നാണ് എന്നാണ് ലെനിൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ലെനിൻ ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് ആ കൃതി മാർക്സ് രചിക്കുന്നത്, അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് പോകുന്ന രീതി എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ആ കൃതിയിൽ മാർക്സ് ബൂർഷ്വാ സമൂഹത്തിൻ്റെ ഏറ്റവും ലളിതമായ, സാധാരണമായ, അടിസ്ഥാനപരമായ, പൊതുവായി കാണുന്ന നിത്യേനയുള്ള ബന്ധത്തെ, അതായത് ചരക്കുകളുടെ കൈമാറ്റത്തെ ആദ്യം വിശകലനം ചെയ്യും. തീർത്തും ലളിതമായ ഈ പ്രതിഭാസത്തിൻ്റെ വിശകലനം ആധുനിക സമൂഹത്തിൻ്റെ എല്ലാ വൈരുദ്ധ്യങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട്. തുടർന്നുള്ള വിശദീകരണം ഈ വൈരുദ്ധ്യങ്ങളുടെയും
ഈ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുടെയും അംശങ്ങളുടെയും തുടക്കം മുതൽ അവസാനം വരെയുള്ള വികാസം കാട്ടിത്തരികയും ചെയ്തു. അപ്പോൾ നിത്യേന നമ്മൾ മുതലാളിത്ത സമൂഹത്തിൽ കണ്ടുമുട്ടുന്ന കൈകാര്യം ചെയ്യുന്ന ചരക്കിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് അതിലെ വിപരീതങ്ങളുടെ വിശകലനത്തിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് ആ മുതലാളിത്ത സമൂഹത്തിൻ്റെ മുഴുവൻ നിയമങ്ങളെയുമാണ് മാർക്സ് അനാവരണം ചെയ്യുന്നത്. ആ വിശകലനം ഒടുവിൽ മുതലാളിത്ത സമൂഹത്തിൻ്റെ ചലന നിയമങ്ങളെക്കുറിച്ചുള്ള സങ്കലനത്തിലാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ ആരംഭിക്കുന്ന എവിടെ നിന്നാണ്? പ്രത്യക്ഷമായി കാണുന്നതിൽ നിന്ന്, ദൈനംദിനമായിട്ട് നിത്യേന കാണുന്ന ഏറ്റവും ലളിതമായ അതിൻ്റെ ഘടകങ്ങളിൽ നിന്ന്. മാവോ ഇതിനെ വളരെ ചുരുക്കി വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രത്യക്ഷത്തിൽ നിന്ന് തുടങ്ങി സാരാംശം കണ്ടെത്തുന്നു, എന്നിട്ട് ആ സാരാംശത്തെ ഉപയോഗിച്ച് പ്രത്യക്ഷത്തിൽ കാണുന്നതിനെ വിശദീകരിക്കുന്നു. ഈ രീതിയിലൂടെ ഫലപ്രദമായ ക്രോഡീകരണത്തിലും രൂപരേഖകളിലും എത്തിച്ചേരും. അപ്പം ഇതിൻ്റെ വെളിച്ചത്തിൽ സോവിയറ്റ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ സ്റ്റാലിൻ്റെ കാലഘട്ടത്തിൽ തന്നെ സോവിയറ്റ് സമ്പദ്ഘടനയെക്കുറിച്ച്, അതിൻ്റെ സവിശേഷതകളെക്കുറിച്ച്, അതിൻ്റെ ചലനനയങ്ങളെക്കുറിച്ചൊക്കെ ഒരു പാഠപുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു നീണ്ട കാലത്തേക്ക് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനകളിൽ, കമ്മ്യൂണിസ്റ്റ് സംഘടനകളിലൊക്കെ തന്നെ ആധികാരികമായൊരു ഗ്രന്ഥമായി പരിഗണിക്കപ്പെട്ടിരുന്നൊരു പുസ്തകമാണ്. പല പരിശോധനകളിലൂടെ കടന്ന്, സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പങ്കാളിത്തത്തോടുകൂടി പരിശോധനകളിലൂടെ കടന്ന് ആണ് അവസാനം ആ ഗ്രന്ഥം തയ്യാറാക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് മാവോ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ഈ പുസ്തകം വിശകലനത്തിൽ ഏർപ്പെടുന്നില്ല. അതെപ്പോഴും ചട്ടങ്ങൾ, തത്വങ്ങൾ, നിയമങ്ങൾ, നിർവചനങ്ങൾ എന്നിവയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മാർക്സിസം ലെനിനിസവും എക്കാലവും എതിർത്തിട്ടുള്ളൊരു രീതിയാണ്. ഏതൊരു പ്രശ്നത്തിനും ഈ പുസ്തകം ആദ്യം നിർവചനങ്ങളാണ് നൽകുന്നത്. എന്നിട്ട് അതിനെ പ്രധാന പ്രമാണമായി എടുത്ത് അതിൽ നിന്ന് വാദിച്ചു തുടങ്ങും. ഏതൊരു പ്രശ്നത്തെക്കുറിച്ചുമുള്ള ഗവേഷണത്തിൻ്റെ ഫലമായിരിക്കണം പ്രധാന പ്രമാണം എന്നത് മനസ്സിലാക്കുന്നില്ല. സമൂർത്ത വിശകലനം നടത്താതെ തത്വങ്ങളും നിയമങ്ങളും കണ്ടെത്താനും തെളിയിക്കാനും കഴിയില്ല. പക്ഷേ ഈ പുസ്തകം വിപരീതമാണ് ചെയ്യുന്നത്. അതിൻ്റെ രീതിശാസ്ത്രം അനുമാനാത്മകമാണ്, വിശകലനാത്മകമല്ല. അനുമാനാത്മകം എന്ന് പറയുന്നത് ഔപചാരിക യുക്തിയുടെ രീതിയാണ്, വിചിന്തന ശാസ്ത്രത്തിൻ്റെ രീതിയാണ്. ഉദാഹരണത്തിന് എല്ലാ മനുഷ്യരും മരിക്കും, ഇന്ന വ്യക്തി ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് ആ വ്യക്തിയും മരിക്കും. അപ്പോൾ ആ ഒരു രീതിയാണ് അനുമാനാത്മകമായ രീതി എന്ന് പറയുന്നത്. ഇതിനെയാണ് മാവോ വിമർശിക്കുന്നത്. കാരണം അത് തുടങ്ങുന്നത് എന്താ? ഈ ഉദാഹരണത്തിൽ പറഞ്ഞ എല്ലാ മനുഷ്യരും മരിക്കുമെന്നുള്ള പ്രമാണത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ കുറേ പ്രമാണങ്ങൾ ആദ്യം നിരത്തി വെച്ച്, എന്നിട്ട് അതിൽ നിന്ന് ആരംഭിച്ച് ആണ് പിന്നെ അത് സോവിയറ്റ് സമ്പദ്ഘടനയുടെ സവിശേഷതകൾ എന്താണെന്ന് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദം പഠിക്കുന്ന രീതിയും മിക്കവാറും ഇതുപോലെ തന്നെയാണ്. മാർക്സിസത്തെക്കുറിച്ചുള്ള ബാലപാഠങ്ങൾ വിശദീകരിക്കുന്ന പുസ്തകങ്ങളോ അല്ലെങ്കിൽ മാർക്സിസത്തെക്കുറിച്ചുള്ള പാഠപുസ്തകങ്ങളോ നോക്കുക നമ്മൾ, അല്ലെങ്കിൽ വൈരുദ്ധ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള, വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെക്കുറിച്ചുള്ള പാഠപുസ്തകങ്ങൾ നോക്കുക. അത് പൊതുവിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന? ആദ്യം ആശയവാദവും ഭൗതികവാദവും നമ്മൾ വ്യത്യാസം വിശദീകരിക്കും. ആശയമാണ് പ്രഥമം എന്ന് പരിഗണിക്കുന്ന ചിന്താഗതിയാണ് ആശയവാദം. അതല്ല, ഭൗതിക യാഥാർത്ഥ്യമാണ് പ്രഥമം എന്ന് കരുതുന്നതാണ് ഭൗതികവാദം. അപ്പോൾ ആദ്യം ഈ കാര്യം വ്യക്തമാക്കും. തുടർന്ന് വിപരീതങ്ങളുടെ ഐക്യവും സമരവും, അളവിൽ നിന്ന് ഗുണത്തിലേക്കുള്ള മാറ്റം, നിഷേധത്തിന് നിഷേധം, ഇതാണ് വൈരുദ്ധ്യവാദത്തിൻ്റെ 3 നിയമങ്ങൾ. എന്നിട്ട് ഈ 3 നിയമങ്ങളെ മറ്റും വിശദീകരിക്കുന്ന കുറേയധികം ഉദാഹരണങ്ങൾ ആണ് പിന്നെ വരിക. വെള്ളം തിളപ്പിക്കുമ്പോൾ അത് ആവിയായി മാറുന്നതും അങ്ങനെ ഓരോരോ ഉദാഹരണങ്ങൾ, അളവിൽ നിന്ന് ഗുണത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ എല്ലാ പ്രതിഭാസങ്ങളും, വിപരീതങ്ങളുടെ കുറേ ഉദാഹരണങ്ങൾ അങ്ങനെ. അപ്പോൾ ഇവിടെ ഈ പറയുന്ന രീതി എന്താണ്? ആദ്യം അത് ചില പ്രമാണങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഭൗതികവാദം എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, വൈരുദ്ധ്യവാദത്തിൻ്റെ പ്രധാന അംശങ്ങളെന്ന് പറയും ഇന്നതൊക്കെയാണ്. എന്നിട്ട് പിന്നെ അതിൻ്റെ ഉദാഹരണങ്ങളാണ് പറയുന്നത്.
അപ്പോൾ ഈ ഒരു രീതിയിൽ വൈരുദ്ധ്യവാദം പഠിപ്പിക്കുമ്പോൾ, വൈരുദ്ധ്യാത്മക ഭൗതികവാദം പഠിക്കുകയോ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്, ഇതെല്ലാം വായിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്ലാസ്സിലൊക്കെ പങ്കെടുത്തതിന് ശേഷം എന്താണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് അത് നല്ലപോലെ മനസ്സിലാക്കിയിരിക്കുന്ന, നല്ലപോലെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ വായിച്ചിരിക്കുന്നൊരു വ്യക്തിക്ക് വിശദീകരിക്കാൻ പറ്റും ഇതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം. പക്ഷേ അയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ, അവരൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണെങ്കിൽ അത് തൻ്റെ പ്രയോഗത്തിൽ എങ്ങനെയാണ് ഉപകരിക്കുക, താൻ നടത്തുന്ന പ്രയോഗത്തിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, അതിനെക്കുറിച്ചൊരു വ്യക്തത അവർക്കുണ്ടാകും. അതൊരു കീറാമുട്ടിയായിട്ട് അപ്പോഴും അവശേഷിക്കുന്നുണ്ടാവും. വിപരീതങ്ങളുടെ ഐക്യവും സമരമുണ്ട്, അളവിൽ നിന്ന് ഗുണത്തിലേക്കുള്ള മാറ്റമുണ്ട്, നിഷേധമുണ്ട് എന്നൊക്കെ വിശദീകരിക്കാൻ അവർക്ക് കഴിയും. പക്ഷേ അത് പ്രയോഗിക്കാനായിട്ട് എങ്ങനെയാണ് അതിൻ്റെ വെളിച്ചത്തിൽ, ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ യാഥാർത്ഥ്യത്തിനെ, തൻ്റെ ചുറ്റുപാടുകളെ, തൻ്റെ പ്രവർത്തനത്തെ, പാർട്ടിക്കകത്ത് നടക്കുന്ന ആശയസമരത്തിന് മനസ്സിലാക്കാൻ കഴിയുക, കൈകാര്യം ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതല്ല നമുക്ക് വേണ്ട രീതിയാണ്. നേരെ മറിച്ച് മൂലധനത്തിൽ മാർക്സ് സ്വീകരിച്ച രീതിയാണ് വൈരുദ്ധ്യവാദത്തെ വിശദീകരിക്കാനും പഠിക്കാനും ഉപയോഗിക്കേണ്ടത് എന്നാണ് ലെനിൻ തറപ്പിച്ച ആ കുറിപ്പിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഒരു രീതിയിൽ ലെനിൻ ആ കുറിപ്പിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഏറ്റവും ലളിതമായ സർവ്വസാധാരണമായ പ്രസ്താവനകളിൽ നിന്ന് തുടങ്ങണം. അങ്ങനെ കുറേ ഉദാഹരണങ്ങൾ ലെനിൻ അതിൽ ആ കുറിപ്പിൽ കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ആ മരത്തിൻ്റെ ഇലകൾക്ക് പച്ച നിറമാണ്, ഒരു പ്രസ്താവനയാണ്. അപ്പോൾ ആ ഒരു പ്രസ്താവന നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്ത് നോക്കുക. ആ മരത്തിൻ്റെ ഇലകൾക്ക് പച്ച നിറമാണെന്ന് പറയുമ്പോൾ അതിൽ ഒരു വൈരുദ്ധ്യാത്മക ബന്ധമുണ്ട്. പ്രത്യേകതയും സാർവത്രികതയും തമ്മിലുള്ള ബന്ധമുണ്ട്. അതിൽ സവിശേഷമായതും സാമാന്യമായതും തമ്മിൽ ഒരു വിപരീതങ്ങളുടെ ഐക്യമാണ് അവിടെ കാണുന്നത്. ആ മരം എന്ന് നമ്മൾ പറയുമ്പോൾ മരം എന്നുള്ള സാമാന്യമായൊരു വാക്കാണ്, ഏത് മരത്തിനും അത് ഉപയോഗിക്കാം. പക്ഷെ ആ മരം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകമായൊരു മരത്തിനാണ് നമ്മൾ ആ സാമാന്യ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്ന് പറയുമ്പോൾ വിപരീതങ്ങളുടെ ഒരു ഐക്യവും സമരവുമാണ് അവിടെ കാണുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഇലകൾക്ക് പച്ച നിറമാണെന്ന് പറയുമ്പോൾ വീണ്ടും അവിടെയും ഇത് വരുന്നു. ലെനിൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രത്യേകതയും സാർവത്രികതയും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, അല്ലെങ്കിൽ സവിശേഷവും സാമാന്യവും തമ്മിലുള്ള വൈരുദ്ധ്യാത്മക ബന്ധം മാത്രമല്ല, സാരാംശവും പ്രത്യക്ഷവും തമ്മിലുള്ള വൈരുദ്ധ്യാത്മക ബന്ധവും അതിലുണ്ട്. കാരണം പ്രത്യക്ഷത്തിൽ കാണുന്നതിൽ നിന്ന് അതിൻ്റെ ഒരു സാരാംശത്തിനെ വേർപെടുത്തിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അതേപോലെ തന്നെ യാദൃച്ഛികതയും അനിവാര്യതയും തമ്മിലുള്ള വൈരുദ്ധ്യാത്മക ബന്ധവും അതിൽ വരുന്നുണ്ട്. ആ മരത്തിൻ്റെ ഒട്ടേറെ സവിശേഷതകൾ യാദൃച്ഛികം എന്നുള്ള എനിക്ക് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന, നമ്മൾ ഏത് കോണിൽ നിന്നിട്ടാണ് അതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്, ആ കോണിൽ നിന്ന് നോക്കി അതിൽ മുഖ്യമായി നിൽക്കുന്ന അംശം എന്താണ്, അതിൽ മാത്രമായിട്ട് കേന്ദ്രീകരിക്കുന്നു. ഇലകൾ പച്ചയാണെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാധാരണമായിട്ടൊരു പ്രസ്താവന, ഒരു കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധാരണ പ്രസ്താവനയിൽ തന്നെ ഈ പറയുന്ന സാർവത്രികതയും പ്രത്യേകതയും അനിവാര്യതയും യാദൃശ്ചികതയും അല്ലെങ്കിൽ പ്രത്യക്ഷവും സാരാംശവും ഇങ്ങനെയുള്ള എല്ലാ വിപരീതങ്ങളും അതിൽ വന്നു കഴിയും. അപ്പോൾ വിപരീതങ്ങളുടെ അനന്യത, ഐക്യം എന്ന് നമ്മൾ പറയുമ്പോൾ, വിപരീതങ്ങളുടെ ഐക്യം സമരം എന്ന് പറയുമ്പോൾ അതിൽ ഐക്യം എന്ന് പറയുന്നത് മനസ്സും സമൂഹവും ഉൾപ്പെടെ എല്ലാ പ്രതിഭാസങ്ങളിലും പ്രക്രിയകളുമുള്ള വിരുദ്ധ, പരസ്പരം ഒഴിവാക്കുന്ന വിപരീത പ്രവണതകളെയാണ്. എന്ന് പറയുമ്പോൾ ഇത് ഒന്നിച്ചാണ് നിൽക്കുന്നത്. ആ വൈരുദ്ധ്യത്തിൽ ഇവ രണ്ടുമുണ്ട്. പൂർണ്ണമായ ഒന്നിനെ വിഭജിച്ച് അതിൻ്റെ രണ്ട് വിപരീത വശങ്ങൾ എന്ന് പറയുമ്പോൾ ആ പൂർണ്ണമായ ഒന്നിൽ ഈ രണ്ടും അടങ്ങിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഐക്യത്തിൻ്റെ ഒരു തലം, അനന്യതയുടെ ഒരു തലം. മറ്റൊന്ന് അപ്രധാനമായത് പ്രധാനമാകാം, പ്രധാനമായത് അപ്രധാനമാകാം, ഒന്ന് മറ്റൊന്നായി തീരാം. ഇതാണ് അതിൻ്റെ ഐക്യത്തിൻ്റെ അനന്യതയുടെ മറ്റൊരു സവിശേഷത. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ പ്രത്യേകതയും
സാർവത്രികയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകമായത് എന്ന് പറയുന്നത് സാർവത്രികമായതിന് വിപരീതമാണല്ലോ. പക്ഷേ സാർവത്രികമായതിനോടുള്ള ബന്ധത്തിൽ മാത്രമാണ് പ്രത്യേകമായതിന് നിലനിൽക്കാൻ കഴിയുള്ളൂ. അതുപോലെ സാർവത്രികമായത് പ്രത്യേകമായതിലേ നിലനിൽക്കുന്നുള്ളൂ. അതിലൂടെ മാത്രമാണ് അതിന് നിലനിൽക്കാൻ കഴിയുക. അപ്പോൾ ഈ രീതിയിൽ ഏതൊരു പ്രസ്താവനയിലും വൈരുദ്ധ്യവാദത്തിൻ്റെ എല്ലാ അംശങ്ങളും വെളിപ്പെടുത്താൻ കഴിയും. അങ്ങനെ ചെയ്യുകയും വേണം. വൈരുദ്ധ്യവാദം എല്ലാ മനുഷ്യ അറിവിൻ്റെയും ഗുണമാണെന്ന് അതുവഴി വ്യക്തമാക്കണം എന്നാണ് ലെനിൻ ചൂണ്ടിക്കാണിച്ചത്. ഇതേ ഗുണങ്ങളുള്ള വസ്തുനിഷ്ഠ പ്രകൃതിയാണ് പ്രകൃതിശാസ്ത്രങ്ങൾ കാട്ടിത്തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ലെനിൻ ചൂണ്ടിക്കാണിക്കുന്നത് അറിവ് നേടുന്നത് സംബന്ധിച്ച മാർക്സിസത്തിൻ്റെ സിദ്ധാന്തം, അതായത് ജ്ഞാനശാസ്ത്രം, അതാണ് വൈരുദ്ധ്യവാദം. അതായത് നമ്മുടെ ചുറ്റുമുള്ള പ്രപഞ്ചത്തിനെ മനസ്സിലാക്കുന്നത്, നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ ഇടപെടുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്, ഇതെല്ലാത്തിലും ഈ വൈരുദ്ധ്യവാദം ഉള്ളടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയണത് അത് മാർക്സിസത്തിൻ്റെ ജ്ഞാനശാസ്ത്രമാണ്. അപ്പോൾ ഇവിടെ ഈ പ്രത്യക്ഷമായതിനെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്നാണ് അറിവുണ്ടാക്കുന്നത്. അറിവ് നേടുന്ന 3 ഉറവിടങ്ങളെക്കുറിച്ച് മാവോ വിവരിച്ചത് ഉൽപ്പാദനത്തിനു വേണ്ടിയുള്ള സമരം, വർഗസമരം, ശാസ്ത്രീയ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും എന്നാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ നിന്ന് തുടങ്ങിക്കൊണ്ടാകണം വൈരുദ്ധ്യവാദം പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും. അതായത് നേരത്തെ പറഞ്ഞതുപോലെ വൈരുദ്ധ്യവാദത്തിൻ്റെ 3 അംശങ്ങൾ അല്ലെങ്കിൽ 3 പ്രധാന വിഷയങ്ങൾ, വിപരീതങ്ങളുടെ ഐക്യവും സമരവും, അളവിൽ നിന്ന് ഗുണത്തിലേക്കുള്ള മാറ്റം, ഇങ്ങനെയൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ട് കുറേ ഉദാഹരണങ്ങൾ നിരത്തുമല്ല വേണ്ടത്. പ്രത്യക്ഷമായതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാൻ കഴിയണം പഠിപ്പിക്കുന്നത്. അതിന് ചെയ്യാവുന്നൊരു രീതി എന്ന് പറയുന്നത് ആ കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന്, പഠിക്കാനായിട്ട് കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് ഈ പറയുന്ന സാമാന്യവും പ്രത്യേകവും തമ്മിലുള്ള വിപരീത ബന്ധങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് അവ തമ്മിലുള്ള ഐക്യവും സമരവും എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനെ പടിപടിയായി അവിടെ നിന്ന് ആരംഭിച്ചുകൊണ്ട് ചുറ്റുപാടുകളെയും മറ്റും വിശകലനം ചെയ്യുന്ന ആ ഒരു പ്രക്രിയയിലൂടെ വൈരുദ്ധ്യവാദത്തിൻ്റെ ഈ അടിസ്ഥാന സമീപനം പൂർണ്ണമായും ഒന്നിനെ വിഭജിച്ച് അതിൻ്റെ 2 വിരുദ്ധ വശങ്ങളെ മനസ്സിലാക്കുക എന്നുള്ള ആ സമീപനം ഒരു പ്രായോഗിക അറിവായി എന്ന് പറയുമ്പോൾ ഒരു വെറും തത്വമായിട്ടല്ല, എങ്ങനെ അത് പ്രയോഗിക്കണം, എങ്ങനെയാണ് ഒരു സാഹചര്യത്തിന് വിശകലനം ചെയ്യേണ്ടത് എന്ന് പഠിക്കുന്ന രീതിയിൽ, ശരിക്കും വൈരുദ്ധ്യവാദം പഠിക്കുന്ന രീതിയിൽ അതിനെ പഠിപ്പിക്കാൻ കഴിയും. അതാണ് ലെനിൻ ആവശ്യപ്പെട്ടത്. ആ മാതൃക നമുക്കിവിടെ ഒന്ന് പിന്തുടർന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ സംസാരിക്കുന്നു, നിങ്ങളത് കേൾക്കുന്നു, ഒരു പ്രഭാഷണം നടന്നു, നിങ്ങളത് കേൾക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു പ്രസ്താവന, നിങ്ങളൊരു പ്രഭാഷണം കേൾക്കുകയാണ് എന്ന ആ ഒരു പ്രസ്താവന നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് ആലോചിച്ച് നോക്കൂ. സാമാന്യമായിട്ടുള്ളൊരു പ്രയോഗമാണ് നിങ്ങളെന്ന് പറയുന്നത്, ഒരു സാമാന്യ നാമമാണ്. പക്ഷേ ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ഓരോരുത്തരും അസംഖ്യം സവിശേഷതകളുള്ള വ്യക്തികളാണ്. അതായത് സവിശേഷമായവരെ സൂചിപ്പിക്കാനാണ് നിങ്ങളെന്നുള്ള സാമാന്യ പദം ഉപയോഗിക്കുന്നത്. സവിശേഷവും സാമാന്യവും പ്രത്യേകവും സാർവത്രികവും ഇവ പരസ്പര വിരുദ്ധമാണ്. അതായത് സവിശേഷമായത് സാമാന്യമല്ല, സാമാന്യമായത് സവിശേഷവുമല്ല. അതുകൊണ്ടാണല്ലോ വേർതിരിച്ച് പറയുന്നത് നമ്മൾ. അതേസമയം പരസ്പരം ബന്ധിതമായിട്ടേ ഇവയെക്കുറിച്ച് ആലോചിക്കാനും പറയാനും കഴിയും. അല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കുക എങ്ങനെയാണ് കഴിയുക എന്നുള്ളത്. ഇങ്ങനെയുള്ള സാമാന്യ പദങ്ങൾ ഉപയോഗിക്കാതെ നമുക്ക് പ്രത്യേകമായ എന്തിനെയും കുറിച്ച് സംസാരിക്കാൻ കഴിയും. ഇനി ഈ സാമാന്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് പ്രത്യേകമായ ഒട്ടേറെ കാര്യങ്ങളിൽ നിന്ന് അമൂർത്തവൽക്കരിച്ചെടുക്കുന്ന, സാമാന്യവൽക്കരിച്ചെടുക്കുന്ന ഒന്നല്ല എങ്കിൽ അതിനെന്തെങ്കിലും അർത്ഥം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പരസ്പര ബന്ധത്തിലാണ് അവർ നിൽക്കുന്നത്. രണ്ടും വേർതിരിഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ, വ്യത്യസ്തമായിരിക്കുമ്പോൾ തന്നെ, മാത്രമല്ല നേർവിരുദ്ധമാണ്. സാമാന്യം എന്ന് പറയുന്നത് പ്രത്യക്ഷമായതിന് വിരുദ്ധമായിട്ടുള്ളൊരർത്ഥമാണ് വരുന്നത്.
അപ്പോൾ അങ്ങനെ വിരുദ്ധമായിരിക്കുമ്പോൾ തന്നെ പരസ്പര ബന്ധിതവുമായിട്ടാണ് നിലനിൽക്കുന്നത്, അല്ലാതെ അവർക്ക് നിലനിൽക്കാൻ കഴിയുകയില്ല. നമ്മുടെ ചിന്തയിൽ അത് സാധ്യമല്ല. ഇനിയിപ്പോൾ നിങ്ങൾ എന്നതിന് പകരം ഒരു വ്യക്തിയുടെ പേരാണ് ഉപയോഗിക്കുന്നതെങ്കിലോ, ഉദാഹരണത്തിന് റോസ ഈ പ്രഭാഷണം കേൾക്കുകയാണ് എന്ന് പറയുന്നു, അവിടെ ഒരു വ്യക്തിയാണ് എടുത്തു പറയുന്നത്. പക്ഷെ അവിടെ റോസ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ഒട്ടേറെ സവിശേഷതകൾ ഒഴിച്ചു നിർത്തിയിട്ട് അവരെ സാമാന്യമായി തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു പേരാണ് അവിടെ പറയുന്നത്. അതായത് വീണ്ടും അതൊരു സാമാന്യതയാണ്. ആ പേര് എന്ന് പറയുന്നൊരു സാമാന്യതയാണ്. ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന, സവിശേഷമായി സൂചിപ്പിക്കുന്ന ഒരു പേരാണെങ്കിലും അതപ്പോഴും ഒരു സാമാന്യതയാണ്. കാരണം ആ റോസ എന്ന് പറയുന്ന സ്ത്രീയുടെ ഒട്ടേറെ സവിശേഷതകൾ, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ രൂപം, ആകാരം, അവരുടെ ഉയരം, അവരുടെ പ്രായം, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ആ വ്യക്തിയെ തിരിച്ചറിയാൻ വേണ്ടി മാത്രം റോസയെക്കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ വേറെ ഒരു പെൺകുട്ടിയെക്കുറിച്ച്, സ്ത്രീയെക്കുറിച്ചല്ല പറയുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി, അല്ലെങ്കിൽ പുരുഷനെക്കുറിച്ചല്ല പറയുന്നത്, തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് അവിടെ റോസ എന്നുള്ള വാക്ക് ഉപകരിക്കുന്നത്. ഒരു പ്രത്യേക വാക്കാണത്, ഒരു പ്രത്യേക പേരാണ്, ഒരു പ്രത്യേക വ്യക്തിയുടെ പേരാണ്. പക്ഷെ അപ്പോഴും അത് ഒരു സാമാന്യതയാണ്. അതായത് സാമാന്യതയിലൂടെ മാത്രമാണ് നമുക്ക് പ്രത്യേകമായതിനെക്കുറിച്ച് ചിന്തിക്കാനും പറയാനും കഴിയും. പ്രത്യേകമായ വസ്തുക്കളെ അല്ലെങ്കിൽ പ്രതിഭാസങ്ങളെ മാത്രമേ സാമാന്യമായതിന്, സാർവത്രികമായതിന് പ്രകടിപ്പിക്കാനും കഴിയും. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം എന്താണ്? എല്ലാ മനുഷ്യരും സ്വതസിദ്ധമായി, സ്വയോത്ഭവമായിട്ട് തന്നെ വൈരുദ്ധ്യാത്മകമായിട്ടാണ് ചിന്തിക്കുന്നത്, ആശയവിനിമയം നടത്തുന്നത്. മാത്രമല്ല ഈ ലോകവും ഈ സമൂഹവും ചുറ്റുപാടുകളുമെല്ലാം യഥാർത്ഥമാണെന്ന നിലയ്ക്കാണ് അവരതുമായിട്ട് ഇടപെടുന്നത്. അതായത് അവർ ഭൗതികവാദികളുമാണ്. ഭൗതികവാദികളല്ല, ഭൗതികവാദപരമായിട്ടാണ് ജീവിക്കുന്നത്. അല്ലാതെ ആശയവാദം പറയുന്നത് പോലെ ഈ ആശയമാണ് യാഥാർത്ഥ്യം, ചുറ്റുപാടുകൾ അയഥാർത്ഥമാണ് എന്നൊന്നുമല്ല അവരുടെ നിത്യജീവിതത്തിൽ അവരുടെ ഇടപാട്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള മനുഷ്യ നിലനിൽപ്പിൻ്റെ സ്വാഭാവികമായ അംശങ്ങളായിട്ടുള്ള, മനുഷ്യൻ്റെ ചിന്തയുടെ തന്നെ സ്വാഭാവിക അംശമായിട്ടുള്ള വൈരുദ്ധ്യവും വാദവും ഭൗതിക നിലപാട് അവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവും ഇത് തന്നെയാണ് മാർക്സിസം ബോധപൂർവം അതിൻ്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദ ദർശനത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ആ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇത് എന്താ പറയുക, കുറേ നിയമങ്ങളുണ്ട്, കുറേ തത്വങ്ങളുണ്ട്, തത്വശാസ്ത്രമുണ്ട്. ഇതെങ്ങനെയെങ്കിലും പഠിച്ചെടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മളുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടത്താൻ പറ്റുള്ളൂ എന്ന നിലയ്ക്കല്ല ഈ വൈരുദ്ധ്യവാദത്തിൻ്റെയും ഭൗതികവാദത്തിനെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ സമീപിക്കണം. നേരെ മറിച്ച് നമ്മളിൽ തന്നെ എല്ലാ മനുഷ്യരിലും സ്വതസിദ്ധമായി, സ്വയംഭവമായി തന്നെ ഉള്ളൊരു കാര്യമാണതെന്നും അങ്ങനെയല്ലാതെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നും അങ്ങനെയല്ലാതെ ഈ പ്രപഞ്ചത്തിലൊന്നും തന്നെ ചലിക്കുന്നില്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ബോധപൂർവം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് വിഷയം. അപ്പോൾ നമ്മൾ വൈരുദ്ധ്യവാദത്തിൻ്റെ സാരാംശത്തെക്കുറിച്ച് പറഞ്ഞു. ലെനിൻ ചൂണ്ടിക്കാണിച്ച് പൂർണ്ണമായും ഒന്നിൻ്റെ വിഭജനവും അതിൻ്റെ വിപരീത വശങ്ങൾ തിരിച്ചറിയുന്നു. അത് നിത്യജീവിതത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ആരംഭിക്കേണ്ടതെന്നും നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണ് അതിനെ പഠിപ്പിക്കേണ്ടതും. അപ്പോൾ ഇനി നമ്മൾ സാമൂഹ്യ മാറ്റത്തിൻ്റെ, സാമൂഹ്യ പ്രയോഗത്തിൻ്റെ തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ പ്രയോഗിക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വികാസം എന്ന് പറയുന്നത്, സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത് വിപരീതങ്ങളുടെ സമരമാണ്. വൈരുദ്ധ്യങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ വികാസവും മാറ്റവും ഉണ്ടാകുന്നത്. അപ്പം അതിനെക്കുറിച്ച് ലെനിൻ പറയുന്നുണ്ട്, വികാസത്തെക്കുറിച്ചുള്ള രണ്ട് ധാരണകളെക്കുറിച്ച്. ഒന്ന് വിപരീതങ്ങളുടെ ഐക്യവും സമരവും എന്ന നിലയ്ക്ക്, മറ്റൊന്ന് വർധനവും കുറവും എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ആവർത്തനം എന്ന നിലയ്ക്ക്. ഇതിനാദ്യത്തേത് ലെനിൻ്റെ വാക്കുകളുടെ ഒരു ഇതാണിത്. ഇതിലാദ്യത്തേത് ആ പ്രതിഭാസത്തിൻ്റെ അല്ലെങ്കിൽ പ്രക്രിയയുടെ ആന്തരികമായ സ്വയമേവയുള്ള ചലനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. രണ്ടാമത്തേത് ബാഹ്യ കാരണത്തിലേക്കാണ് നോക്കുന്നത്.
ആദ്യത്തെ സങ്കല്പനം മാത്രമാണ് കുതിച്ചുചാട്ടങ്ങൾക്ക്, തുടർച്ചയിലെ വിച്ഛേദനങ്ങൾക്ക്, ഒന്നതിൻ്റെ വിപരീതമായി മാറുന്നതിന്, അല്ലെങ്കിൽ പഴയതിൻ്റെ നാശത്തിനും പുതിയതിൻ്റെ ഉദയത്തിനും വിശദീകരണം നൽകുന്നു. കാരണം വിപരീതങ്ങളുടെ ഐക്യവും സമരവും എന്ന് പറയുന്നത് വിരുദ്ധ വശങ്ങൾ, ആ വിരുദ്ധ വശങ്ങളുടെ പരസ്പര ബന്ധവും അവ ഒന്നിനെ മറികടന്ന് മറ്റൊന്ന് പ്രധാനമാകുന്ന ആ രീതിയിൽ വരുന്നൊരു മാറ്റം, അപ്രധാനമായി നിന്നത് പ്രധാനമായ അവസ്ഥയിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുതിച്ചുചാട്ടം, അല്ലെങ്കിൽ നിരവധി വൈരുദ്ധ്യങ്ങളിൽ നിന്ന് ഒരു വൈരുദ്ധ്യം പ്രധാനമാകുമ്പോൾ മറ്റു വൈരുദ്ധ്യങ്ങളിൽ വരുന്ന മാറ്റം, അങ്ങനെ ഒരു പ്രതിഭാസത്തെ അതിൻ്റെ ഒരു ചലനാത്മകതയിൽ മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. മാത്രമല്ല ഇതെല്ലാം ആ പ്രതിഭാസത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉടലെടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു പ്രതിഭാസവും ഏതൊരു സാമൂഹ്യാവസ്ഥയും പരിശോധിക്കുമ്പോൾ അതിലെ ആന്തരിക വൈരുദ്ധ്യങ്ങൾ എന്ത് എന്ന് നോക്കുന്നതിലേക്കാണ് നമ്മൾ ഒരു മാർക്സിസ്റ്റ് കാഴ്ചപ്പാട് നോക്കുമ്പോൾ എത്തിച്ചേരും. ആ വൈരുദ്ധ്യങ്ങളിൽ നിന്നിട്ടാണ് നമ്മുടെ ആ സമൂഹത്തിൻ്റെ സ്വഭാവവും അതിൽ സംഭവിക്കാവുന്ന മാറ്റവും മനസ്സിലാക്കാൻ കഴിയുക. മറിച്ച് മാറ്റത്തെ, വികാസത്തെ വെറും അളവുപരമായ ഒന്നായിട്ട് കാണുമ്പോൾ, ഇപ്പോഴത്തെ ഉണ്ടായിരുന്നു നാളെ കുറേ കൂടി ഉണ്ടാവും എന്ന രീതിയിൽ മാത്രം കാണുമ്പോൾ അതിന് വരുന്ന ഗുണപരമായ മാറ്റത്തെ വിശദീകരിക്കാൻ നമുക്ക് കഴിയില്ല. ആ ഗുണപരമായ മാറ്റം പിന്നെ വിശദീകരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ബാഹ്യശക്തിയുടെ ഇടപെടലായിരിക്കും നമുക്ക് നോക്കാൻ കഴിയുക. ലെനിൻ പറയുന്നത് പോലെ പലപ്പോഴും അത് അവസാനം എത്തിച്ചേരുക ദൈവചിന്തയിലായിരിക്കും. വിപരീതങ്ങളുടെ ഐക്യം എന്ന് പറയുന്നത് ഒരു താൽക്കാലികമാണ്. കാരണം ഒരു വിരുദ്ധമായിട്ടുള്ള ഒരു വൈരുദ്ധ്യത്തിൽ രണ്ട് വിപരീത വശങ്ങൾ, പ്രതിഭാസത്തിൽ രണ്ട് വിരുദ്ധ വശങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഈ വിരുദ്ധ വശങ്ങളുടെ ഐക്യമെന്ന് പറയുന്നത് ഒന്നിച്ച ഒരേ സമയം ആ പ്രതിഭാസത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഒന്ന് മറ്റൊന്നായി മാറാം, പ്രധാനമായത് അപ്രധാനമായി മാറാം, അപ്രധാനമായത് പ്രധാനമായി മാറാം എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവ തമ്മിൽ അങ്ങനെ മാറുമ്പോൾ അതിലൂടെ പുതിയൊന്ന് ഉടലെടുക്കുമ്പോൾ ഈ പ്രതിഭാസത്തിൽ തന്നെ മാറ്റമുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് അവർ തമ്മിലുള്ള ഐക്യം എന്ന് പറയുന്നത് താൽക്കാലികമായൊരു പ്രതിഭാസം മാത്രമാണ്. മറിച്ച് സമരം കേവലമാണ്, സ്ഥിരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ വെളിച്ചത്തിലാണ് മാവോ പിന്നീട് വർഗസമരം ഉള്ളിടത്തെ തത്വശാസ്ത്രം ഉണ്ടാകൂ, പ്രയോഗമില്ലാത്തിടത്ത് ജ്ഞാനശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് അർത്ഥമില്ല എന്ന് പറഞ്ഞു. സഖാക്കളായിട്ടിരുന്ന് തത്വശാസ്ത്രത്തെക്കുറിച്ച് നടത്തുന്ന ഒരു ചർച്ചയ്ക്കിടയിൽ, അനൗപചാരികമായി നടക്കുന്ന ഒരു ചർച്ചയ്ക്കിടയിലാണ് മാവോയെ അഭിപ്രായം പറഞ്ഞത്. അത് വർഗസമരമാണ് തുടക്കം. സാമൂഹ്യ മാറ്റത്തിൻ്റെ ആ ഒരു പ്രതിഭാസമുണ്ട്, ആ ചലനം, ആ ചലനത്തിൽ നിന്നാണ് തത്വശാസ്ത്രവും മറ്റൊക്കെ ഉടലെടുക്കുന്നത്. നേരത്തെ മാവോ തന്നെ പറഞ്ഞതുപോലെ എവിടെ നിന്നാണ് ശരിയായ ആശയങ്ങൾ ഉടലെടുക്കുന്നത്? ശൂന്യാകാശത്ത് നിന്ന് പൊട്ടി വീഴുന്നൊന്നുമല്ല, നേരെ മറിച്ച് ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ള സമരം, വർഗസമരം, ശാസ്ത്രീയ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും എന്ന് വെച്ചാൽ പ്രയോഗം. അപ്പോൾ ആ പ്രയോഗമില്ലാത്തിടത്ത് പിന്നെ ജ്ഞാനശാസ്ത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതിനെക്കുറിച്ചോ തത്വശാസ്ത്രത്തിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നാണ് മാവോ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന വൈരുദ്ധ്യശാസ്ത്രത്തിൻ്റെ, വൈരുദ്ധ്യാത്മക ഭൗതിക ഭാഗത്തിൻ്റെ പ്രയോഗം എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെയാണ് നമുക്കതിനെ പ്രയോഗിക്കേണ്ടത്? ഞാനിവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമതായി നമ്മൾ വസ്തുതകളിൽ നിന്ന് ആരംഭിക്കണം. അതായത് വാസ്തവത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ആരംഭിക്കണം. സമൂർത്ത സാഹചര്യങ്ങളുടെ സമൂർത്ത വിശകലനമാണ് മാർക്സിസത്തിൻ്റെ ആത്മാവ് എന്ന് ലെനിൻ പറയുമ്പോൾ കൃത്യമായിട്ടും അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഭൗതികതയിൽ നിന്നിട്ടാണ് നമുക്ക് തുടങ്ങേണ്ടത്. യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന സാഹചര്യം എന്താണ്? പക്ഷേ ഈ നിലനിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് വൈരുദ്ധ്യങ്ങളുടെ ഒരു ഒത്തുചേരലാണ്. അതായത് ഒരു ഉറച്ചു നിൽക്കുന്നൊരു സാഹചര്യമല്ല. ഒട്ടേറെ വൈരുദ്ധ്യങ്ങൾ കെട്ടിവണഞ്ഞ് കിടക്കുന്നത് ഒന്നാണ് ഈ പറയുന്ന സാഹചര്യം എന്ന് പറയുന്നത്. മനുഷ്യ സത്തയെക്കുറിച്ച് മാർക്സ് പറയുന്നത് സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു സമുച്ചയമാണ് മനുഷ്യസത്ത. കാരണം ഒരു മനുഷ്യൻ ഒട്ടേറെ സാമൂഹ്യ ബന്ധങ്ങൾ ഏർപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തി ഒരു വർഗത്തിൽ അംഗമാണ്, ജാതിയിൽ അംഗമാണ്, ഒട്ടുമിക്കവാറും ഏതെങ്കിലും ഒരു മതത്തിൽ അംഗമാണ്, ഏതെങ്കിലും ഒരു ഭാഷാ ദേശീയതയിൽ അംഗമാണ്, ഒരു രാജ്യത്തിലെ അംഗമാണ്,
പിന്നെ അയാളുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ അംഗമാണ്. അങ്ങനെ ഒട്ടേറെ തരത്തിലുള്ള സാമൂഹ്യ ബന്ധങ്ങളുടെ ആണ് ഈ വ്യക്തി എന്ന് പറയുന്നത്. ആ വ്യക്തി സത്ത നിർണ്ണയിക്കുന്ന ഈ സാമൂഹ്യ ബന്ധങ്ങൾക്കെല്ലാം പങ്കുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ സമൂർത്ത സാഹചര്യം എന്ന് പറയുന്നത് ഒട്ടേറെ വൈരുദ്ധ്യങ്ങൾ കെട്ടുപണിഞ്ഞ് കിടക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ വിപരീതങ്ങളുടെ ഐക്യവും സമരവും എന്നുള്ള ആ ആശയത്തിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഈ സമൂഹത്തിന് നമ്മൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ വൈരുദ്ധ്യങ്ങളെ വിശകലനം ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് വൈരുദ്ധ്യവാദം തന്നെ പ്രയോഗിക്കേണ്ടത്. ഏതൊരു സാഹചര്യത്തിലും നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ, ഒരു പ്രതിഭാസത്തിന് അഭിമുഖീകരിക്കുമ്പോൾ എന്താണ് അതിലെ വൈരുദ്ധ്യങ്ങൾ, അതിലെ വിപരീത വശങ്ങൾ ഏതാണ് എന്നതിലേക്കാണ് നമ്മൾ അതിൻ്റെ വിശകലനം കിടക്കേണ്ടത്. അപ്പോൾ വിപരീതങ്ങളെയും അവയുടെ പരസ്പര വിരുദ്ധമായിട്ടുള്ള ചലനവും മനസ്സിലാക്കുമ്പോൾ ലോകത്തിലെ സകല പ്രക്രിയകളെയും അവയുടെ സ്വയമേവയുള്ള ചലനത്തിൽ, സ്വയോത്ഭവ വികാസത്തിൽ, യഥാർത്ഥ ജീവിതത്തിൽ അറിയാനുള്ള ഉപാധി വിപരീതങ്ങളുടെ ഐക്യം എന്ന നിലയ്ക്ക് അവയെ അറിയുക എന്നതാണ്. ഇതാണ് ലെനിൻ പറഞ്ഞത്. ലോകത്തെ സകല പ്രക്രിയകളെയും അവയുടെ സ്വയമേവയുള്ള ചലനത്തിൽ, സ്വയോത്ഭവ വികാസത്തിൽ, യഥാർത്ഥ ജീവിതത്തിൽ അറിയാനുള്ള ഉപാധി വിപരീതങ്ങളുടെ ഐക്യം എന്ന നിലയ്ക്ക് അവയെ അറിയുക എന്നതാണ്. അപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥയിലുള്ള വൈരുദ്ധ്യങ്ങളാണ് അതിലെ മാറ്റത്തിന് വഴിവെക്കുന്നത്. അതിൻ്റെ ചലനാത്മകതയിൽ ആ ഒരു സാഹചര്യത്തിനെ ഉൾക്കൊള്ളുമ്പോൾ ആ ചലനാത്മകതയായിട്ട് അതിലെ വൈരുദ്ധ്യങ്ങളിൽ നിന്നിട്ടാണ് ഉടലെടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ആ യാഥാർത്ഥ്യത്തിനെ, സമൂർത്ത സാഹചര്യത്തിനെ ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ സാഹചര്യം നോക്കുക. ഇപ്പോൾ സാമ്രാജ്യത്വ കുത്തകകളെയും അതുപോലെ ഇന്ത്യൻ ദല്ലാൾ കുത്തകകളെയും വൻകിട ഭൂപ്രഭുക്കളെയൊക്കെ സേവിക്കുന്ന ബ്രാഹ്മണ്യ ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ കാര്യം തന്നെ നോക്കുക. ജനങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിനെയും ആദിവാസികളെയും ദളിതരെയും തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും വിപ്ലവ ശക്തികളെയൊക്കെ തന്നെ ഉൾപ്പെടുന്ന പോരാട്ട ശക്തികളെയും അങ്ങേയറ്റം അക്രമാസക്തമായിട്ടാണത് നേരിടുന്നത്. ബുൾഡോസർ രാജ് ഒരു വശത്ത്, ഡ്രോൺ വെച്ചിട്ടുള്ള ബോംബാക്രമണം മറുവശത്ത്, ഡ്രോൺ വെച്ചിട്ടുള്ള ടിയർ ഗ്യാസ് പ്രയോഗം, അങ്ങനെ ഒട്ടേറെ കടുത്ത അക്രമങ്ങളിലൂടെയാണ് അത് ജനങ്ങളുടെ നേരെ കുറച്ച് ചാടുന്നത്. അവരെ നശിപ്പിക്കാനായിട്ട്, അവരെ തകർക്കാനായിട്ടും ഈ പറയുന്ന ചൂഷക ശക്തികൾക്കും മർഗധക ശക്തികൾക്കും അവരുടെ ചൂഷണവും ആധിപത്യവും നിർബാധം തുടരാനായിട്ടുള്ള സാഹചര്യം നിലനിർത്താനും വേണ്ടിയിട്ട്. ഛത്തീസ്ഗഡിലെ ബസ്തറിൽ വിപ്ലവ സേനയെ നേരിടാൻ ഉപയോഗിച്ച ഡ്രോൺ ആക്രമണ രീതിയാണ്, അവിടെ പരീക്ഷിച്ച് ഉറപ്പിച്ചൊരു ഡ്രോൺ ആക്രമണ രീതിയാണ്. അവിടെ അത് ബോംബാണ് ഇട്ടത് ആദിവാസി കുടിലുകളുടെ മേലേക്ക്. ആ ബോംബ് ആക്രമണ രീതിയാണ്, ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള ബോംബ് ആക്രമണ രീതിയാണ് ഇപ്പോൾ കർഷകർക്ക് നേരെ പ്രയോഗിച്ചിരിക്കുന്നത്. ഡ്രോണിൽ നിന്ന് ടിയർ ഗ്യാസ് ഇട്ടുകൊണ്ട് ഏതാണ്ട് ഒരു ശത്രു സൈന്യത്തിനെ ആക്രമിക്കുന്ന രീതിയിലാണ്. ഇന്നത്തെ വേറൊരു പത്രത്തിൽ വന്നൊരു വാർത്ത അനുസരിച്ചിട്ട് അടുത്തതായിട്ട് അവർ അങ്ങേയറ്റം മനുഷ്യൻ്റെ സമനില തെറ്റിക്കുന്ന രീതിയിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരാക്രമണ രീതി പ്രയോഗിക്കാൻ ഒരുങ്ങുന്നതായിട്ടാണ് കാണുന്നത്. അത് ആക്രമിക്കുന്ന ആരാണ്? കർഷകരെയാണ്, അല്ലാതെ ശത്രു സൈന്യത്തിനെയൊന്നുമല്ല. ശത്രു സൈന്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ ആക്രമിച്ചും കൊണ്ട് കയറിയപ്പോഴത്തേക്കും ഉള്ള ഭൂപ്രദേശമൊക്കെ വിട്ടുകൊടുത്തിട്ട് അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്ന് നുണ പറഞ്ഞ് നിൽക്കുന്നതാണ് ഇവിടുത്തെ മോഡി ഭരണത്തിൻ്റെ ദേശഭക്തി എന്ന് പറയുന്നത്. സംഘപരിവാറിൻ്റെ ദേശഭക്തി എന്ന് പറഞ്ഞ് പണ്ട് മുതൽ അവർ രാജ്യദ്രോഹികളായിരുന്നു. ഇന്ന് ആ രാജ്യദ്രോഹം അതിൻ്റെ പരമകോടിയിൽ എത്തിയിരിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് അവിടെ കണ്ടത്. അപ്പോൾ അവിടെ അത് ചെയ്യുകയും മറുവശത്ത് ഇവിടെ ആകട്ടെ കർഷകർക്ക് നേരെ ബോംബാക്രമണം അല്ല ടിയർ ഗ്യാസ് ആക്രമണം. നാളെ വേണമെങ്കിൽ അത് ബോംബും ആക്കാം. ഗ്രനേഡൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ ജനക്കൂട്ടത്തിനെ നേരിടാനായിട്ട്. ഗ്രനേഡും മറ്റൊക്കെ തന്നെ ഇവിടുത്തെ പോലീസ്, നമ്മുടെ കേരള പോലീസൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രനേഡൊക്കെ ഇനി ഡ്രോൺ വഴിയായിരിക്കും ഇടാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ അക്രമാസക്തമായിട്ടുള്ള ആക്രമണം നടത്തുന്ന ഒരു വശത്തുണ്ട്. പക്ഷേ ഇത് മറുവശത്തുണ്ടാക്കുന്ന ഫലമെന്താണ്? പൊതുവിൽ രാഷ്ട്രീയ കാര്യങ്ങളോടൊക്കെ നിസ്സംഗരമായിരുന്ന വലിയൊരു വിഭാഗത്തെ അത് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്താണ് ഈ നടക്കുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കാൻ അവർ നിർബന്ധിക്കപ്പെടുകയാണ്. അവരവരുടെ ജീവിതങ്ങളായിട്ട് സ്വസ്ഥമായി ആരോടുമൊന്നും
കലഹിക്കാൻ പോവാതെ തൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും രാജ്യത്തിലെ സംഭവവികാസങ്ങൾ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ അവർ നിർബന്ധിക്കുകയാണ്. തലപൊക്കി എന്തായി നടക്കണത് എന്ന് ആലോചിക്കാനായിട്ട്, ചിന്തിക്കാനായിട്ട് അവർ നിർബന്ധിക്കപ്പെടുകയാണ്. എന്ന് പറയുമ്പോൾ ഒരു വശത്ത് ആക്രമണം ശക്തമാകുന്നു, മറുവശത്ത് അതിനോടുള്ളൊരു ചെറുത്തുനിൽപ്പ് മനോഭാവവും ഇപ്പുറത്ത് രൂപം കൊണ്ടുവരുന്നു. അപ്പോൾ ഈ രൂപം കൊണ്ടുവരുന്നത്, അതിൻ്റെ ഒരു പ്രത്യക്ഷ ഭാവം നമുക്ക് കാണാൻ കഴിയുന്നത് വിദ്യാർത്ഥികൾക്കിടയിലാണ്. ഇപ്പോൾ സമീപകാലത്ത് ബ്രാഹ്മണ്യ ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ പല വിധത്തിലുള്ള അക്രമങ്ങൾ, പ്രവർത്തനങ്ങളെ തുറന്നു കാട്ടുന്നതിലും അതിനെ ധീരമായിട്ട് ചെറുക്കുന്നതിലും ഏറ്റവും മുന്നിട്ട് വന്നിരിക്കുന്നത് പല സർവകലാശാലകളിലെയും വിദ്യാർത്ഥികളാണ്. അതിൽ ശ്രദ്ധേയമായ കാര്യം, ഈ സർവകലാശാലകളെന്ന് പറയുന്ന പതിവായിട്ട് നമ്മൾ പ്രക്ഷോഭങ്ങളും മറ്റൊക്കെ നേരത്തെ കേട്ടുകൊണ്ടിരുന്ന JNU അല്ലെങ്കിൽ ഡൽഹി സർവകലാശാല അല്ലെങ്കിൽ ബോംബെ സർവകലാശാല അങ്ങനെയൊക്കെയുള്ള പൊതു ആയിട്ടുള്ള സർവകലാശാലകളിലല്ല, നേരെ മറിച്ച് വരേണ്യവർഗത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് കോടിക്കണക്കിന് രൂപ മുടക്കി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സ്വകാര്യ സർവകലാശാലകളിൽ, ആ സ്വകാര്യ സർവകലാശാലകളിൽ നിന്നാണ് ഏറ്റവും ശക്തമായിട്ടുള്ള എതിർപ്പ് ഉയർന്നു വന്നിരിക്കുന്നത്. അവരെന്താണോ ആഗ്രഹിച്ചത് ഇത്തരം സർവകലാശാലകൾ സ്ഥാപിക്കുന്നത്, അതിന് നേർ വിപരീത ഫലമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ അവിടുത്തെ എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ വിപ്ലവകാരികളല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെ അല്ലെങ്കിൽ ബ്രാഹ്മണ്യ ഹിന്ദുത്വ ഫാസിസത്തിനെതിരെ പ്രക്ഷോഭത്തിലേർപ്പെടുന്നവരായി മാറിയെന്നല്ല പറയുന്നത്. പക്ഷേ അവിടെ ഒരു വിഭാഗം അങ്ങനെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്, അവർ ധീരമായിട്ട് ചെറുക്കുന്നുണ്ട് എന്നുള്ളത്, അതിശക്തമായ പോലീസ് ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടും RSS ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടായിട്ടും അതിനൊന്നും വകവയ്ക്കാതെ ധീരമായിട്ട് അവർ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത് വേമുലയുടെ മരണത്തിൽ നിന്ന് തുടങ്ങിയൊരു കാര്യമാണ്, അതിനോടുള്ള പ്രതിക്രിയയായിട്ട് തുടങ്ങിയൊരു സംഭവമാണ്. അവിടെ മുതലാണ് ഈ മോഡി ഭരണകാലത്ത് വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് രാഷ്ട്രീയ പ്രക്ഷോഭ രംഗത്തേക്ക് വരാൻ തുടങ്ങി. അത് ഏറ്റവും അധികം നമ്മൾ കണ്ടത് CAA പ്രക്ഷോഭകാലത്ത് അതിശക്തമായൊരു മുന്നേറ്റമാണത് ഉണ്ടാക്കിയത്. ഇപ്പോഴവർ വീണ്ടും അത് നടപ്പാക്കാൻ നിയമം കൊണ്ടുവരുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് ശക്തമായ പ്രതിഷേധങ്ങൾ വിളിച്ചു വരുത്തുന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുന്നു. അവിടെ നമ്മൾ കണ്ടത് എന്തായിരുന്നു? അതിനു മുമ്പ് ഒരർത്ഥത്തിലും രാഷ്ട്രീയത്തിലോ സാമൂഹിക കാര്യങ്ങളോ ഒട്ടും തന്നെ ചിന്തിക്കാതിരുന്നു, ഒട്ടും തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാതിരുന്ന വലിയൊരു ജനവിഭാഗം അതിലേക്ക് ഉന്തിത്തള്ളി മുന്നോട്ട് വരാൻ നിർബന്ധിതമായി. അത് ആരാണ് അവർ തള്ളിവിട്ടത്? ഈ ബ്രാഹ്മണ്യ ഹിന്ദുത്വ ഫാസിസം തന്നെയാണ് അവർ തള്ളിവിട്ടത്. അതിശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണല്ലോ ഉയർന്നു വന്നത്. അത് തടയാനായിട്ട് മതശക്തികളും മറ്റും ശ്രമിച്ചപ്പോഴും അതിനെ തട്ടിമാറ്റിക്കൊണ്ടായിരുന്നു സ്ത്രീകളൊക്കെ അതിന് മുന്നോട്ട് വന്നു. അതേപോലെ തന്നെ ഇതിനു മുമ്പുള്ള കർഷക പ്രക്ഷോഭത്തിൽ നമ്മൾ കണ്ടതാണ്, ഇപ്പോൾ നടക്കുന്ന കർഷക പ്രക്ഷോഭത്തിൽ അത് കാണുന്നുണ്ട്. ഇപ്പോൾ തുടക്കത്തിൽ ഈ കർഷക പ്രക്ഷോഭം ആരംഭിക്കുമ്പോൾ മുമ്പുണ്ടായിരുന്ന എല്ലാ ശക്തികളും അതിലില്ല. പക്ഷേ ആ പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അതിനെതിരെ ഈ ഭരണകൂടത്തിൻ്റെ ബ്രാഹ്മണ്യ ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ ആക്രമണം തീവ്രമായപ്പോൾ, ഈ ഡ്രോൺ ആക്രമണവും അതുപോലത്തുള്ള മറ്റാക്രമണവും തീവ്രമായപ്പോൾ അതുവരെയും ഇതിന് ഞങ്ങൾ പങ്കാളിത്തമില്ല എന്ന് പറഞ്ഞു നിന്ന കർഷക സംഘടനകൾക്ക് പോലും അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ഞങ്ങളും രംഗത്തിറങ്ങുമെന്ന് പറയാനും നിർബന്ധിതമായിട്ടുണ്ട്. കൂടുതലായിട്ട് അവരുടെ അണികളിൽ നിന്ന് ശക്തമായ സമ്മർദ്ദം ഉയർന്നു വരുന്നു. ഹരിയാനയിൽ തന്നെ പല പ്രദേശങ്ങളിലും അവിടെയുള്ള ഗ്രാമങ്ങളിലുള്ള ഈ ഖാപ്പ് പഞ്ചായത്തുകൾ ഈ പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വീണ്ടും നമ്മളെന്താണ് കാരണം? ആക്രമണം ചെറുത്തുനിൽപ്പിന് ജന്മം കൊടുക്കും, അതിന് നേർ വിപരീതത്തിന് കൊടുക്കും. കാരണം ആ വൈരുദ്ധ്യം ഇവിടെ ഉണ്ട്. വെറുതെ ശൂന്യാകാശത്ത് വന്നൊരു കാര്യമല്ല, ആരെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി ഉണ്ടാവുന്നതല്ല എതിർപ്പ്, മറിച്ച് ആ വൈരുദ്ധ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വൈരുദ്ധ്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചെറുത്തുനിൽപ്പ് ഉയർന്നു വരുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അതെങ്ങനെ എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ വരുമെന്നുള്ള കാര്യം ഉറപ്പായിട്ട് പറയാൻ പറ്റും. വൈരുദ്ധ്യാത്മക രീതിയിൽ നമ്മൾ സമൂഹത്തെ വിശകലനം ചെയ്യുവാണെങ്കിൽ, ഈ സമൂഹത്തിലെ വൈരുദ്ധ്യങ്ങളെ വിശകലനം ചെയ്യുവാണെങ്കിൽ ഉറപ്പിച്ച് നമുക്കത് പറയാൻ കഴിയും. അതാണ് നമ്മുടെ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റുകളുടെ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ
അടിത്തറ എന്ന് പറയുന്നത്. വെറുതെ പറയുന്നൊരു കാര്യമല്ല. ഈ ഭൗതിക യാഥാർത്ഥ്യത്തിലെ വൈരുദ്ധ്യങ്ങൾ അനിവാര്യമായും അത്തരത്തിലുള്ളൊരു സാഹചര്യം ഒരുക്കും, സൃഷ്ടിക്കും എന്നുള്ള തിരിച്ചറിവാണ് ഇതിന് അടിസ്ഥാനം. കറകളഞ്ഞ ഭൗതികവാദികൾ തികഞ്ഞ ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കുമെന്ന് മാവോ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അതാണ്. അപ്പോൾ ഇത് ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് ഒന്ന്, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, കുറേ തത്വങ്ങളായിട്ടല്ല നമ്മൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന് പഠിക്കേണ്ടതും. നേരെ മറിച്ച് പൂർണ്ണമായി ഒന്നിനെ വിഭജിച്ച് അതിൻ്റെ വിപരീത വശങ്ങളെ തിരിച്ചറിയലാണ് വൈരുദ്ധ്യവാദം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും സാധാരണയായിട്ടുള്ള നമ്മൾ അഭിമുഖീകരിക്കുന്ന, നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ ഇടപഴകുന്ന അങ്ങനെയുള്ള ഈ സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഈ വൈരുദ്ധ്യാത്മകത ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ബോധപൂർവ്വം മനസ്സിലാക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ തിരിച്ചറിവോടുകൂടി സമൂഹത്തിനെ വിശകലനം ചെയ്യുകയും സമൂഹത്തിലെ വൈരുദ്ധ്യങ്ങളെ മനസ്സിലാക്കുകയും അതിലെ മാറ്റി തീർക്കുന്നതിൽ പങ്കാളിയാവുകയാണ് വേണ്ടത്. ഇത്രയുമാണ് ഇന്ന് പറയാനുള്ളത്. മുമ്പ് പറഞ്ഞതുപോലെ ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ, കൂടുതലായിട്ട് സംസാരിക്കാവുന്ന വിഷയങ്ങളായിട്ട് നിർദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ കീഴിൽ കാണുന്ന കമൻറ്റ് ബോക്സിൽ അഭിപ്രായപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവിടെ നിർത്തുന്നു. അഭിവാദ്യം.